ദീന് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം ഇവിടെ വളരെ പ്രയാസത്തോടുകൂടിയാണ് ഇവിടെ വെളിവായിട്ടുള്ളത്, ഉണ്ടാക്കിയത്. ഈ അനുഭവം ശേഷം അവസാനം കാലത്തിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും വരും എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. എന്തുകൊണ്ട് നമ്മൾക്ക് ദീനിന് വേണ്ടിയിട്ട് 10 രൂപ ചെലവാക്കാൻ നമുക്ക് വിഷമമുണ്ടാകുന്ന അല്ലാഹു അനാവശ്യമായിരിക്കുന്ന വഴിയിൽ ലക്ഷങ്ങളും ചെലവാക്കാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല. സദഖ എന്ന് പറയുന്ന സദഖത്തു റദ്ദുൽ ബലായ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾക്ക് മുസീബത്ത് വരുന്നതിനെ തൊട്ട് എല്ലാ മുസീബത്തുകളെയും തട്ടി നീക്കുന്നതായിരിക്കുന്ന കാര്യമാണ് ധർമ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ധർമ്മം കുറഞ്ഞത് കൊണ്ടാണ് ഈ കാലത്ത് മുസീബത്ത് അധികരിക്കുന്നത്. നമുക്കൊരു രോഗം വന്നാൽ അതിന് നമ്മൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും നമുക്ക് ചെലവ് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല. നേരെ മറിച്ച് ഇതാരും ചിന്തിക്കൂല. എന്നാൽ നമ്മൾ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ, ഈ ആശുപത്രി കൊടുക്കുന്ന പൈസ കുറേ കുറഞ്ഞു കിട്ടുമല്ലോ എന്നൊക്കെ ഒരാളും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഈ കാലത്ത് ബുദ്ധിമുട്ടും വിഷമങ്ങളും മാറാവ്യാധി രോഗങ്ങളും ഒക്കെ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ രോഗം വരുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സദസ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെലവ് ചെയ്യുമ്പോൾ നമ്മൾ ആരും വിഷമിച്ച് പോകണ്ട. അത് നമുക്കൊരു കുറവും വരില്ല. അത് ഇബ്ലീസ് നമുക്ക് തോന്നിപ്പിച്ചും ചിലപ്പോൾ കൊടുത്താൽ കുറവ് വരും. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പരിപാടി എടുക്കാമെന്ന്. അത് ശൈത്താൻ്റെ വക്കൽ നിന്നാണ്. അള്ളാഹ് പറഞ്ഞ അംഫിഖ് ഉംഫഖ് എന്നാണ്. നീ നല്ലോണം ദീനിന് കൊടുത്തോ, നിനക്ക് ഞാൻ തരാം, നിനക്ക് ഞാൻ തരും. അല്ലാഹുവിൻ്റെ ഖസാന ഒരു കാലത്തും ഖാലിയാവൂല. അതുകൊണ്ട് പേടിക്കണ്ട, യാതൊരു പേടിയും വേണ്ട. ദീനിന് വേണ്ടി ചെലവ് ചെയ്തോ, ദീനിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോ, അത് യാതൊരു പ്രയാസമില്ല. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയാണ്. പെണ്ണുങ്ങളെ വിളിച്ചിട്ട്, പെണ്ണുങ്ങളെ സമൂഹങ്ങളെ വിളിച്ചിട്ട് പെരുന്നാൾ ദിവസത്തിൽ വിളിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, യാ മഅ്ശറൻ നിസാഇ തസദ്ദഖ്നാ ഇന്നി യുരീതുകുന്നാ അക്സറു അഹ്ലിന്നാർ. പെണ്ണുങ്ങളെ നിങ്ങൾ സദഖ ചെയ്യണം, നിങ്ങൾ സദഖ ചെയ്യണം, ധർമ്മം ചെയ്യണം. എന്തുകൊണ്ട്? എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അറിയിക്കപ്പെട്ടിട്ടുണ്ട്, നരകത്തിന് അധികരിച്ചും നിങ്ങളാണെന്ന്. നിങ്ങൾ ബുദ്ധി കുറഞ്ഞവരാണ്, നിങ്ങൾ ദീന് കുറഞ്ഞവരാണ്. 1 മാസം തികച്ചുകൊണ്ടൊരു പെണ്ണിന് നിസ്കരിക്കാൻ സാധ്യമല്ല അല്ലേ? ഒരു 3 ആഴ്ചയിൽ നിസ്കരിക്കും, ഒരാഴ്ച നിസ്കാരമില്ല. അപ്പോൾ ദീന് കുറഞ്ഞു പോയി. അതേപോലെ തന്നെ ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്നതിന് 2 പെണ്ണ് വേണം. അപ്പോൾ ദീനും കുറഞ്ഞു പോയി. അതുകൊണ്ട് നിങ്ങൾ ധർമ്മം അധികരിപ്പിക്കണം. അതുകൊണ്ട് ധർമ്മം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ കോട്ടം നിങ്ങൾ തീർക്കണം എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങളോട് പറയുന്ന പെരുന്നാൾ ദിവസം പിന്നെ വാള് പറഞ്ഞു കൊടുത്തുകൊണ്ട് ബിലാൽ ഇബ്നു മുഅദ്ദിബ് എന്നവരോട് മുണ്ടും കാട്ടിയിട്ട് പിരിക്കാൻ വേണ്ടി വിട്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് 2 കുറവുണ്ട്. ദീനിൻ്റെ കുറവുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുടെ കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പരാജയമാണ്. അതുകൊണ്ട് നരകത്തിലാണ് നിങ്ങൾ അധികവും കാണുന്നത്. ആ പരാതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. എന്തുകൊണ്ട് രക്ഷപ്പെടണം? ധർമ്മം ചെയ്യണം. നിങ്ങൾ ധർമ്മം ചെയ്യണം. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ ധർമ്മം ചെയ്തോ, നിങ്ങളുടെ ആ കുറവുകളൊക്കെ അള്ളാഹു പരിഗണിക്കപ്പെടും. നിങ്ങളെ പുരുഷന്മാരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ളതായിരിക്കുന്ന അവസരങ്ങളുണ്ടാവും. ഈ ഒരൊറ്റ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞത്. ഒന്നാമത്തെ ഈ ബുദ്ധി കുറവ്, ദീന് കുറവ്. പിന്നൊരു കാര്യങ്ങൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ 99 ഗുണം ചെയ്താൽ ഈ ഒരു തെറ്റ് എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നതായിരിക്കുന്ന സ്വഭാവം നിങ്ങൾ മാറ്റിയെടുക്കണം. ഇതുകൊണ്ടാണ് നിങ്ങളൊക്കെ നരകത്തിൽ അധികരിച്ചും നിങ്ങൾ കടത്തപ്പെടുന്നത്. നരകം എനിക്ക് കാണിക്കപ്പെട്ടു, സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം, ദീനിൻ്റെ കാര്യം ഏറ്റെടുത്തോ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങളൊന്നും ലേലം ചെയ്യുന്നൊന്നും കേട്ടില്ല, മറ്റുള്ള എല്ലാവരും അവർ ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിന് എല്ലാ നാടുകളിലും എവിടെ നോക്കിയാലും സഹോദരിമാർ തന്നെയാണ് മുൻപന്തിയിൽ. സുപ്പാരപ്പുഴയിലൊക്കെ
പെണ്ണുങ്ങൾ തന്നെയാണ് അവരുടെ ധർമ്മവും അവരുടെ സേവനം തന്നെയാണ് അവിടുത്തെ നമ്മളെ കുട്ടികളുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറുതെയല്ല. അപ്പം അങ്ങനെ അത്ര എല്ലാ നാട്ടിലും എല്ലാ മേഖലകളിലുമൊക്കെ അവർ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് ധർമ്മം കൊണ്ട് നമുക്ക് എല്ലാ കോട്ടങ്ങളും തീർക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സഹോദരികളോട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കൊണ്ട് സംസാരിച്ച കാര്യമാണ്. ധർമ്മം കൊണ്ട് ഇത്തരം കോട്ടങ്ങളാണ് തീർക്കപ്പെടുന്നത്. ഒന്ന് പിന്നെ അതുപോലെ തന്നെ ബുദ്ധി കുറവും പിന്നെ ദീന് കുറവും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ധർമ്മം കൊണ്ട് എല്ലാം നകത്തപ്പെടുമെന്നാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഡിമാൻഡ് കൊണ്ട് അവർ രക്ഷപ്പെടും, എല്ലാ പെണ്ണുങ്ങളും രക്ഷപ്പെടും ഇങ്ങനത്തെ ഈ ഡിമാൻഡ് കൊണ്ടിട്ട്. അതുകൊണ്ട് ധർമ്മമാണ് നമുക്ക്, ധർമ്മമില്ലാതെ ഇവിടെ ദീൻ നടത്താൻ കഴിയൂല എന്നാണല്ലോ അഷ്റഫുൽ ഖൽഖ് അനുഭവത്തിൽ കൂടി പഠിപ്പിച്ചത്. നബി വാള് പറയുകയും ബിലാൽ എന്നവർ മുണ്ട് കാണിച്ചിട്ട് പിരിക്കുകയും അതിൽ സ്വർണവും വെള്ളിയും എന്താണുള്ളതൊക്കെ ഇട്ടുകൊടുക്കുകയും റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കുകയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ അങ്ങനെ അവരുടെ സംഭാവന കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുടെ മുഖം അങ്ങനെ പ്രകാശിച്ചതായിരിക്കുന്ന ചരിത്രമുണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ. വിചാരിച്ച പോലെയാണ് റാഹത്താവുമ്പോൾ ദീനിന് വേണ്ടിയിട്ട്. അപ്പോൾ ദീനിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിൻ്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ? ദീൻ നടത്തിയിട്ട് വെളുത്ത മനുഷ്യൻ കറുത്തുപോയി എന്ന്. എന്തുകൊണ്ട് നമ്മളെ മനസ്സിലുള്ളതായിരിക്കുന്ന പ്രയാസമാണത്? ദീനിന് വേണ്ടിയിട്ട് കൽബ് കരിഞ്ഞത് കൊണ്ടാണ്. ദീനിന് വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഹൃദയം കരിഞ്ഞുപോയി. ഹൃദയം കരിഞ്ഞത് കൊണ്ടാണ് ഉമർ ഫാറൂഖ് എന്നവരെ അല്ലേ. ഉമർ ഫാറൂഖ് എന്നവർ മോശപ്പെട്ട ആളൊന്നല്ലല്ലോ. ഖുർആൻ അടിമപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനാണ്. ഒരു കിബറും അഹങ്കാരവും കാണിക്കാത്ത മനുഷ്യനാണ്. സുജായിയാണ്, ദീനിൽ സുജായിയാണ് അല്ലേ. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യൽ പതിവുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലത്ത്. അപ്പം അങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കള്ള് കുടിച്ചിട്ട് ഒരുത്തനിങ്ങനെ ഒരാളിങ്ങനെ പാട്ട് പാടുക. അപ്പോൾ മൂപ്പര് വെല്ലം കണ്ടി ചാടി ഓടി. പിന്നെ അത് കേട്ടപ്പോഴേക്കും ഒന്നും സമയം ഉണ്ടായില്ല ആലോചിച്ചാൽ. മൂപ്പരാണ് ഓടിച്ചാടിയിട്ട് തുറക്കടാ വാതിലിന്ന്. അപ്പോൾ തുറന്നു. ഇപ്പം പിന്നെ കള്ള് കുടിച്ച ആൾ പാട്ട് പാടുന്ന ആളാകെ പേടിച്ച് വേചാരിത് അങ്ങനത്തെ ഒരു സംഭവം, അത് ആരാണ് വരുന്നത് എന്ന്. അങ്ങനെ മൂപ്പരപ്പോൾ വേഗം ഖുർആനിലേക്ക് കൈകാര്യം ചെയ്തത്. ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തു പോയി തങ്ങളെ, മൂന്നെണ്ണമുണ്ട് തെറ്റ് പറയാൻ നിങ്ങളെ. അനുവാദമില്ലാതെ വിടമിൽ കടന്നൊന്ന് മതിലിൻ്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കതകിൻ്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന്. കണ്ടോ, ഇതാ വഴിയുള്ളൂ. ഖുർആൻ കൊണ്ടെടുത്തിട്ട് മുന്നേക്കിടുക. ഖുർആൻ എടുത്തിട്ട് മുന്നിട്ട് കിട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിനോട് പറഞ്ഞ്, ഞാൻ കള്ളു കുടിച്ചൊരു തെറ്റുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അനുവാദമില്ലാതെ അവരിൽ കടന്നു വന്ന് മതിലിൻ്റെ മീതെ നിങ്ങൾ ചാടി വന്ന് കതകിൻ്റെ വഴുതിൽ കൂടി നോക്കി നിങ്ങൾ ഇതാ 3 തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണോ? ഇത് ഖുർആൻ സമ്മതിച്ചതാണോ എന്ന് പറയുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതെന്താണ്? സഖീ, എനിക്ക് ക്ഷമിക്കണം, ഇന്നൊന്ന് എൻ്റെ അടുത്ത് പറ്റിപ്പോയി, എനിക്ക് ക്ഷമിക്കണം. അങ്ങോട്ട് ക്ഷമ പറയുകയാണ് ചെയ്തത്. കള്ളുടിയനോട് ക്ഷമ പറയുകയാണ് ചെയ്തത്. കണ്ടോ? അപ്പം ഇത്രയും ലൈഫായിരിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിൻ്റെ ദീന് കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്തിക്കഴിഞ്ഞാൽ മൻ അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ ചെറുതായിരിക്കും എന്നാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് എന്നവർ അവരുടെ ഭരണകാലത്ത് ഒരു രാത്രി സമയത്ത് ഇങ്ങനെ ഒരു ഇടവഴിയിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഒരു ചെറ്റക്കുടിൽ കയറിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്.
അങ്ങനെ ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മൂപ്പരൊന്ന് ചെക്ക് ചെയ്തു. എന്താ ചെക്ക് ചെയ്തത്? എന്താ ഇപ്പം ഇത്രയും സുജായിയായ മനുഷ്യന്, അമീറുൽ മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ രാത്രി ചട്ടക്കുള്ളിൽ കൂടിയൊക്കെ പോയിട്ട് ഇടവഴി കൂടി ചട്ടക്കുള്ളിൽ കയറും എന്ന്. അങ്ങനെ പിറ്റേ ദിവസം മൂപ്പരൊന്ന് പോയി നോക്കി. അങ്ങനെ പോയി നോക്കുമ്പോൾ ആരാ? ഒരു വയസ്സായിരിക്കുന്ന ഒരു ഉമ്മ അവിടെ രോഗത്തിലായി കിടക്കുന്ന, ആരും ശുശ്രൂഷിക്കാനില്ല, ഖിദ്മത്തെടുക്കാനില്ല. അങ്ങനെ ആ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങൾക്കാരാണ് ഖിദ്മത്തെടുക്കാനുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ആരാണ് നിങ്ങളെ വൃത്തിയാക്കുന്ന, കാഷ്ടമൂത്രമൊക്കെ വൃത്തിയാക്കുന്നതെന്ന് ബഹുമാനപ്പെട്ടത് പോയിട്ട് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുന്നു, ആരോ വരും, ഒരാൾ രാത്രിയിൽ വരും. ഏതോ ഒരു മനുഷ്യൻ രാത്രിയിൽ വരും. എന്നിട്ട് കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ. ഞാൻ കാഷിച്ചതും മൂത്രിച്ചതുമായിരിക്കുന്ന ചട്ടിയൊക്കെ എടുത്തിട്ട് അത് നീക്കിക്കളഞ്ഞിട്ട് ശുദ്ധീകരിച്ചു കൊണ്ട് അവിടെ കൊടന്നു വെക്കും. എന്നിട്ട് ഒരു പൊതിയെടുത്തുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകും. എന്നിട്ട് എന്നോട് സന്തോഷമുള്ള വാക്കുകൾ പറയും. എന്നിട്ട് ആ മനുഷ്യൻ തിരിച്ചു പോകും. അങ്ങനെ എല്ലാ ദിവസങ്ങളും വരും എന്ന്. ഈ സംഭവം കേട്ടപ്പോൾ തൽഹത്തുന്നവർ കരഞ്ഞുകൊണ്ട് പറയുമാ, ആരാ അത് നിങ്ങൾക്കറിയുമോ? ഉമ്മാ, ഉമ്മ, അതാരാണ് നിങ്ങൾക്കറിയുമോ? അതാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള ഇമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും, പ്രസവിക്കുവാൻ കൈവില്ലടോ പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും. കണ്ടോ? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനാണ് ആ പണി ചെയ്യുന്നത്. ഒരു വയസ്സായിരിക്കുന്ന ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് രാത്രി സമയങ്ങൾ ചെന്നിട്ട് കാശിച്ച ചട്ടിയെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് ഭക്ഷണം എടുത്തു കൊടുത്തുകൊണ്ട് നല്ല സന്തോഷമുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് പരിപാലിക്കുന്ന ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ത്വൽഹത്തെന്നവർ കരയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിറ്റേ ദിവസം ചെന്നിട്ട് ഉമറുൽ ഫാറൂഖ് എന്നവരോട് പൊറുക്കലിനെ തേടുന്ന പൊരുത്തപ്പെടിയിക്കുന്നു. എനിക്ക് നിങ്ങളെ പറ്റിയിട്ടൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അല്ലേ, എന്താ തെറ്റിദ്ധാരണ? നിങ്ങൾ രാത്രി ഇങ്ങനെ ഇടവഴി കൂടി ഇങ്ങനെ വരിക, വന്നിട്ട് നിങ്ങളെ ചട്ടക്കുള്ളിൽ കയറുമ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നിപ്പോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞെന്ന്, ഇന്ന ബഅ്ദുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ വേണ്ടാത്തത് വിചാരിക്കുക എന്ന് പറയുന്നത് അത് ബന്ധദോഷങ്ങളിൽപ്പെട്ടതാണ്. അത് ബന്ധദോഷമാണ്. അത് പൊറുക്കലിനെ തേടാതെ അത് പൊറുക്കപ്പെടാത്ത ദോഷമാണ്. അതിനുള്ള ബന്ധദോഷം എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളാരെയും തന്നെ നിങ്ങളാരെയും തന്നെ ചിക്കിക്കുത്തി പറയരുത്, ചിക്കിക്കുത്താൻ നിൽക്കരുത്. അത് ബന്ധദോഷത്തിൽ പെട്ടുപോകുന്ന വലാ തജസ്സസൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയുന്നു. അഷ്റഫുൽ ഖൽഖ് മദീനത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കുന്ന സംഭവം, അയ്യുന്നാസ് തവാളഊ ലില്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മദീനത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ ത്വൽഹത്തെ? അയ്യുന്നാസ്, ജനങ്ങളെ, തവാളഊ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് താഴ്മ ചെയ്യണം. നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, കിബർ കാണിക്കാൻ പാടില്ല, നിങ്ങളാരെയും പരിഹസിക്കാൻ പാടില്ല, ആരെയും ശിക്കിക്കുത്താൻ പാടില്ല. തവാളഊ ലില്ലാഹ്, സ്വന്തം നിങ്ങൾ താഴ്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. അത് എന്നിട്ട് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, മൻ റഫഅഹു വഹുവ ഫീ നഫ്സിഹി വഹുവ ഫീ നഫ്സിഹി കബീറുൻ. അള്ളാഹു ഒരു മനുഷ്യനെ തരം താഴ്ത്തിക്കഴിഞ്ഞാൽ അവൻ്റെ നഫ്സിൽ അവൻ വലിയ ആളായിരിക്കും, അവൻ അഹങ്കാരിയായിരിക്കും, അവൻ കിബറനായിരിക്കും, അവൻ ദുഷ്ടനായിരിക്കും, അസൂയുള്ളവനായിരിക്കും, അവൻ നരകത്തിൻ്റെ അവകാശിയായിരിക്കും. ഇത് നരകത്തിൻ്റെ അവകാശിയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉയർത്തിക്കഴിഞ്ഞാൽ മൻ റഫഅല്ലാഹു വഹുവ ഫീ നഫ്സിഹി സഗീറുൻ. കണ്ടോ?
അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ ചെറുതായിരിക്കും. അവനക്ക് കിബറുണ്ടാവൂല, സൂയ ഉണ്ടാവൂല. അവൻ ആരെയും സിക്കിക്കുത്താൻ പോകൂല, ആരെയും ഫിത്തനയും പറയില്ല. ഇത് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് എന്നവരെ അഷ്റഫുൽ ഖൽഖ് മദീനത്തെ മിമ്പറിൽ നിന്ന് പഠിപ്പിച്ചതല്ലേ? നീ അറിയില്ലേ? നീ അറിയില്ലേ എന്ന് ബഹുമാനപ്പെട്ട തൽഹത്തുന്നവരോട് പഠിപ്പിച്ചു കൊടുത്ത് തൽഹത്തുന്നവർ മാഫ് പറഞ്ഞു. ഇങ്ങനത്തെ മനുഷ്യന്മാരാണിവിടെ ദീനിന് വഴിപ്പെട്ടവരും പരിശുദ്ധ ഖുർആന് വഴിപ്പെട്ടവരുമൊക്കെ. ആ പാരമ്പര്യമല്ലേ നമുക്കൊക്കെ വേണ്ടത്? ഇങ്ങനെയല്ലേ ഇവരൊക്കെ ദീൻ നടത്തിയത്? അഹങ്കാരത്തോടു കൂടി അഹങ്കാരികളല്ല ഇവിടെ നടത്തിയത്. ഇവനൊക്കെ ഏത് അഹങ്കാരമുണ്ടെങ്കിലും പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം കലിമത്ത് തൗഹീദ് അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നാൽ അത് കലിമത്ത് ത്വയ്യിബ എന്നാണ് അതിൻ്റെ പേര്. അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന സാധനമാണ്. എന്ത് കുഫരിയത്തുണ്ടെങ്കിലും അത് ഇതിനെ ശുദ്ധീകരിക്കുന്നതാണ്. എന്ത് കിബറുണ്ടെങ്കിലും അത് ചടിക്ക് പിടിച്ചാൽ അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കും. അവൻ്റെ കിബറും അസൂയും ഗീബത്തും നമീമത്തും പിത്തനിയും ഒക്കെ നമ്മൾ ചെല്ലുന്ന ഇബാദത്ത്, നമ്മളെടുക്കുന്ന ദിക്ർ, നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മളെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് പിടിക്കണം. പിടിച്ചാൽ ആ മനുഷ്യൻ വഹുവ ഫീ നഫ്സിഹി സഗീറുൻ, അവൻ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കും. അവൻ വലുതാവൂല, അഹങ്കരിക്കൂല. മനസ്സിലായി? ഇതാണ്. ഇത് വേണം നമുക്ക്. എന്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഹൃദയത്തിലേക്ക് പിടിക്കണം നമ്മളെ ഹിബാത്തുകൾ, എന്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ശരീഅത്ത് തന്നെയാണ് ഈ പറയുന്നതൊക്കെ. പക്ഷേ ദിക്ർ ചൊല്ലാനുള്ള ഖുർആനിൽ പറഞ്ഞതാണ്. സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അത് നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ 2000 വർഷം മുമ്പ് അർശിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചിരുന്നു, ഒരു പ്രകാശമുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിനോട് പറയുണ്ടായി. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ 2000 വർഷം മുമ്പ് അർശിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചിരുന്നു, ഒരു പ്രകാശം, അള്ളാഹുവിൻ്റെ പ്രകാശം. അത് അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിനാണ് അള്ളാഹു മലായികത്തീങ്ങളോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്. ഉണ്ടോ? ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ മലായികത്തീങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞത് ആ പ്രകാശത്തിനാണ്, അള്ളാഹുവിൻ്റെ പ്രകാശത്തിനാണ്. അത് അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളെയും പഠിച്ചത്. അവ്വലു മാ ഖലഖല്ലാഹു മിൻ നൂരി വ ഖലഖ കുല്ല ശൈഇൻ മിൻ നൂരി വ ഖുലിഖു ജമീഉൽ അംബിയാഇ മിൻ നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പോൾ ഈ ലോകത്തുള്ള അമ്പിയാക്കളൊക്കെ പഠിച്ചത് അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. ഈ ലോകത്തിന് തന്നെ അള്ളാഹു പഠിച്ചത് അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. ആദ്യം പഠിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാണ്, പ്രകാശമാണ്. അതിൽ നിന്നാണ് അമ്പിയാക്കളെ പഠിച്ചു. അങ്ങനെ ഓരോ അത്ഭുതമായിരിക്കുന്ന വസ്തുക്കൾ ആദ്യമാധികമായിക്കൊണ്ട് അള്ളാഹു പഠിച്ചു. അള്ളാഹിൻ്റെ അർശനെ പഠിച്ചു, അഷ്റഫുൽ ഖൽഖിൻ്റെ പ്രകാശം പഠിച്ചു, അള്ളാഹുവിൻ്റെ അർശനെ പഠിച്ചു, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പഠിച്ചു, അള്ളാഹിൻ്റെ അർശനെ പഠിച്ചു. അങ്ങനെ അർശനെ പഠിച്ചു, കുരിശിനെ പഠിച്ചു, എല്ലാം പഠിച്ച് അങ്ങനെ അതിൽ നിന്ന് ഭൂമിനെ പിന്നെ പൊന്തുന്ന ആ അർശിൻ്റെ വിയർപ്പ് കൊണ്ട് സമുദ്രം പഠിച്ചു. ആ സമുദ്രത്തിൽ നിന്ന് പൊന്തുന്ന ആവികളെ കൊണ്ട് ആകാശം പഠിച്ചു. ഉണ്ടോ? ആ സമുദ്രത്തിൽ നിന്ന് പൊന്തുന്നതായിരിക്കുന്ന ആവികളെ കൊണ്ട് ആകാശം പഠിച്ചു. ഉണ്ടോ? അത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണിത്. പിന്നെ അള്ളാഹു ആകാശത്തിനെ പഠിച്ചു. അള്ളാഹിൻ്റെ അർശിൻ്റെ സമുദ്രത്തിൻ്റെ വിയർപ്പ് കൊണ്ട് ആകാശത്തിനെ പഠിച്ചു. അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖിനൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലണം. അപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും കടമപ്പെട്ടതാണ്, എല്ലാ അമ്പിയാക്കൾക്കും, എല്ലാ അള്ളാഹുവിൻ്റെ അർശിനും അള്ളാഹുവിൻ്റെ മലായികത്തീങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും എല്ലാ പടപ്പുകൾക്കും കടമപ്പെട്ടതാണ് അഷ്റഫുൽ ഖൽഖിൻ്റെ മേലെ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞത്. എല്ലാവർക്കും കടമപ്പെട്ടതാണ്. അതൊന്നും സ്വലാത്തും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ സ്വലാത്തും ദിക്റും. അതേപോലെ തന്നെ അഫ്ളലു മാ ഖലഖല്ലാഹു മിൻ നൂരി
വഖലഖ കുല്ല ശൈഇൻ മിൻ നൂരി. എന്നതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതെന്താണ്? എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അത് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കൾക്കും അഫ്ളലായിരിക്കുന്ന കലിമത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് കൊണ്ടുവന്ന ദീന് എല്ലാവർക്കും ലോകത്തിനൊക്കെ മുഴുവനും അധികാരപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ ദിക്റും സലാത്തൊക്കെ ചൊല്ലണം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കിടക്കണം. നമ്മളുടെ സ്ഥാപനങ്ങളിലൊക്കെ അത് സ്ഥാപിക്കണം. ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് ദിക്റും സലാത്തും ഖുർആനും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സുന്നത്ത് അള്ളാഹുവിൻ്റെ സുന്നത്ത്, അള്ളാഹു നമുക്ക് സുന്നത്താക്കി തന്ന കാര്യം, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വെളിവായിരിക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മളെ ദർസുകളിലും സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തിയെങ്കിലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ബർക്കത്തുണ്ടാകൂ, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകൂ, ഫിതനയിൽ നിന്ന് രക്ഷപ്പെടും. അസൂയ കൊണ്ടിട്ടും സിഹർ കൊണ്ടിട്ടും മാരണങ്ങളെ കൊണ്ട് ദീനിനെ നശിപ്പിക്കപ്പെടുന്ന കാലമാണ് ഇന്നും അന്നും എന്നും. അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ കലിമത്താണ്. മാത്രമല്ല ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും കലിമത്താണ്. അപ്പം ആ കാലത്തും ഈ കാലത്തുമൊക്കെ ദീനിന് ശത്രുത ഉണ്ട്. അത് പ്രയാസത്തോടു കൂടിയാണ് ഇതിവിടെ ഈ ലോകത്ത് വെളിപ്പെടുക എന്നും അങ്ങനെയായ വെളിപ്പെട്ടിട്ടുള്ളൂ എന്നുമാണ് ബദൽ ഇസ്ലാമു ഖരീബ വസഊദു കമായം ബദാ എന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറയുന്നു എന്നും പറയുന്നു, ശാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിൻ്റെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് മുന്നിട്ട് വരണം. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. നമ്മളെ ദോഷങ്ങൾ പൊറുക്കുന്ന വഴി നമുക്ക് എപ്പോഴും നമ്മളിൽ വേണം. നമുക്ക് തൗബ വേണം, നമുക്ക് ഖേദം വേണം. നമ്മൾ ആരെയും തന്നെ ചിക്കിക്കുത്താൻ പാടില്ല. മുസ്ലിമീങ്ങൾ തമ്മിൽ കുഴപ്പവും ഫിതനയും ഫസാദൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ആരും തമ്മിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് ആരും തന്നെ ഇവിടെ എല്ലാവരും കൂടി ജീവിക്കുന്ന രാജ്യമാണ്. അപ്പം അതുകൊണ്ട് ആരും തമ്മിൽ കുഴപ്പവും ഫസാദൊന്നും ഉണ്ടാക്കരുത്. നമുക്കിവിടെ സമാധാനം വേണം. നമുക്കിവിടെ ഇന്ത്യൻ്റെ ഭരണഘടന അനുസരിച്ച് കൊണ്ടുള്ളതായിരിക്കുന്ന ഭരണം വേണം. എന്നെങ്കിലും ഈ ലോകത്ത് സമാധാനം, എല്ലാവർക്കും സമാധാനം ഉണ്ടാക്കണം. അതാണ് ഇസ്ലാമിൻ്റെ മതം. ഇസ്ലാമിൻ്റെ ദൗത്യം അതാണ്. അതാണ് നമ്മുടെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ്. അതിൽ നമ്മൾ നിലനിൽക്കണം. നമ്മളുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കണം. അത് ദീനിൻ്റെ സ്ഥാപനങ്ങളായിട്ട് നിലനിൽക്കണം. എല്ലാ ശത്രുവിൽ നിന്നും രക്ഷപ്പെടണം. അതിന് അല്ലാഹു നമ്മളോട് പറയുന്നു, ശാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والقاظمين الغيظ والعافين عن الناس والله يحب المحسنين. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് മുന്നിട്ട് വരുവീൻ. വജന്നത്തിൻ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുവീൻ. മഗ്ഫിറത്തിൽ കൂടിയാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. മഗ്ഫിറത്തില്ലാത്ത മനുഷ്യനക്ക്, ദോഷം പൊറുക്കാത്ത മനുഷ്യനക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ ദോഷങ്ങളൊക്കെ പുറത്തുകൊണ്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തിനെ തേടണമെന്ന്. നിങ്ങൾ ദോഷം കെട്ടിക്കൊണ്ടിട്ട് കുമ്പാരമാക്കിയിട്ട് ആരും നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ സ്വർഗം ദോഷങ്ങളൊക്കെ മഗ്ഫിറത്തായിക്കൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് മുന്നിട്ട് വരുവീൻ. എന്താണ് സ്വർഗത്തിൻ്റെ വിശേഷത? അർളുഹാ അസ്സമാവാതു വൽ അർള്. അതിൻ്റെ വിശാലത പറഞ്ഞാൽ തീരാത്തതാണ്. ആകാശം ഭൂമി നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും വിശാലമാണ്. നമ്മൾ ആകാശവും ഭൂമിയും കണ്ടിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൻ്റെ വിശാലത പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ സ്വർഗം കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞതെന്താണ്? മിറാജിൻ്റെ രാത്രിയിൽ, അതല്ലെങ്കിൽ ഗ്രഹണമുണ്ടായ ദിവസത്തിൽ, ലാ അദ്രീ മാ ഹിയാ, സ്വർഗത്തിലുള്ളതായിരിക്കുന്ന ഓരോ കാഴ്ചകൾ സിദ്റത്തുൽ മുൻതഹ കണ്ട്, അവിടത്തുനിന്ന് സ്വർണത്തിൻ്റെ പാറ്റകൾ പറക്കുന്നത് കണ്ട്, എങ്ങനെയാണ് ലാ അദ്രീ മാ ഹിയാ, അത് എങ്ങനെയാണ് വർണ്ണിക്കുക എന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന്.
അള്ളാഹു പറഞ്ഞു സ്വർഗത്തിൻ്റെ വിശാലത ആരും കണ്ടിട്ടില്ല, ആകാശഭൂമിൻ്റെ വിശാലമാണ്, കണ്ടോലേ കണ്ടിട്ടുള്ളൂ. അസ്റഫുൽ ഖൽഖ് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല, ലാ അദ്രി മാ ഹിയ എന്നാ പഠിപ്പിച്ചത്. അപ്പം ഇങ്ങനത്തെ സ്വർഗം നിങ്ങൾക്ക് പടക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുവീൻ. അള്ളാഹു എന്നിട്ട് പറയുന്നു ആർക്കാണത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ. ഇപ്പം നമ്മൾ ധർമ്മം ചെയ്തില്ലേ, ഇങ്ങനെ ധർമ്മം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് സാമ്പത്തികം കഴിവുള്ളവനുള്ളതിനനുസരിച്ച്, ഇല്ലാത്തവൻ ഇല്ലാത്തതിനനുസരിച്ച് ഇങ്ങനെ ധർമ്മം ചെയ്യുന്നവർക്കാണ് ആ സ്വർഗം പടക്കപ്പെട്ടത്. വിശാലമായ സ്വർഗം, ആരും കാണാത്തതായിരിക്കുന്ന സ്വർഗം, ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കുന്ന സ്വർഗം. അത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽഖാദിമീനൽ ഗൈള. പരസ്പരം ദേഷ്യം പിടിച്ചുകൊണ്ട് സദസ്സുകൾ, ദീനിൻ്റെ മേഖലകൾ അലങ്കോലപ്പെടുത്താത്ത മനുഷ്യന്മാർക്കാണ്. ദീനിൻ്റെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും എല്ലാം ദേഷ്യം പിടിച്ചുകൊണ്ട് അലങ്കോലപ്പെടുത്താത്ത മനുഷ്യന്മാർക്കാണ്, ദേഷ്യം വിഴുങ്ങുന്നവർക്കാണ് സ്വർഗം. ഹലോ വല്ലഅഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാഫ് ചെയ്യുന്നവർക്കാണ് സ്വർഗം. അല്ലാഹു പറയാ വൽഖാദിമീനൽ ഗൈള വല്ലഅഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇവരാണ് നല്ല മനുഷ്യന്മാർ, ഇവരാണ് നല്ല അല്ലാഹു ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർ. അപ്പോൾ അല്ലാഹു എല്ലാ നിലക്കും ഇഷ്ടപ്പെട്ട് ധർമ്മം കൊണ്ടും ദേശം മുഴുങ്ങിക്കൊണ്ടും എല്ലാ മേഖലകളും നല്ല മനുഷ്യന്മാർ ആരാണോ അവർക്കാണ് സ്വർഗം പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അങ്ങനത്തെ ആ സ്വർഗത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തിത്തരട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. നമുക്ക് ഇന്നത്തെ ഈ സദസ്സിൻ്റെ ഈ റാഹത്തും ബർക്കത്തുമൊക്കെ അള്ളാഹു നമുക്ക് സന്തോഷമാക്കി തന്ന്, അതുകൊണ്ട് നമുക്ക് നമ്മളെ ഭാവിക്കും നമ്മളെ സദസ്സിനും നമ്മളെ ദീനിനും ഇവിടെ ഈ ദീന് ഇവിടെ നിന്ന് നിലനിൽക്കണം. ബഹുമാനികൾ, പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല, ഈ കുന്നത്ത് ഇവിടെ ഇങ്ങനത്തെ ഒന്ന് അള്ളാഹു ഈ രീതിയിലാക്കി തന്നല്ലോ, അത് ഇതിൻ്റെ ബർക്കത്ത്. കുന്ന് മഴ പെയ്താൽ കുന്നെന്ന് കൊണ്ടുക്കുക, വെള്ളമൊഴിക്കുക, വെള്ളം വലിക്കൽ. അപ്പോൾ എന്നതുപോലെ ഇതിൻ്റെ ബർക്കത്ത് നല്ല ഇതിൻ്റെ ചുറ്റുഭാഗങ്ങൾ കൂടിയാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇതിവിടെ എല്ലാവരും ഇതിനെ സഹായിക്കണം എന്ന്, ആ സഹായം എന്നും നിലനിർത്തണം എന്ന് പ്രത്യേകിച്ച് സഹോദരിമാരോടൊക്കെ പറയാനുള്ളത്. നിങ്ങൾ മിണ്ടാണ്ട കുത്തിരുന്നാൽ പോരാ, നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് സ്വർഗം കരാർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ധർമ്മം ചെയ്തോ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദീനിൻ്റെ മേഖലകൾ, ദീനിനെ സഹായിക്കുന്ന മേഖലകൾ എല്ലാം നിങ്ങളെ കയ്യിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ഇവിടെ നിലനിൽക്കണം. നമ്മളെ ശരീഫൂലെ സ്വന്തമാക്കിയാലൊന്നും ആവൂല, അയാളെ കൊണ്ട് സ്വന്തം ഒന്നിനും കഴിയൂല. അത് അങ്ങനത്തെ ഒരു പ്രയാസപ്പെട്ടൊരു കാര്യമാണിത്. ഓരോ ഭാഗത്ത് അങ്ങനെയാണ്. ചില നമ്മളെ പരപ്പെടുവിൻ്റെ ചരിത്രം പറഞ്ഞ പോലെ അതിൻ്റെ കുട്ടികളാണല്ലോ അതൊക്കെ. അത് വളരെ പ്രയാസത്തോടു കൂടി, എത്രയാ അതിൻ്റെ പ്രയാസം എന്ന് അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. 10-30 കൊല്ലം മുമ്പ് അവിടെ അനുഭവിച്ചതായിരിക്കുന്ന പ്രയാസങ്ങൾ. അപ്പോൾ അള്ളാഹു ഇന്ന് അതൊക്കെ തീർത്തു തന്നു, നമുക്ക് യാതൊരു പ്രയാസമില്ല. എന്തുകൊണ്ട്? അന്നാസു ശുഹദാഉല്ലാഹി എന്ന് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ്, അള്ളാഹു ഏറ്റെടുത്താൽ ജനങ്ങളത് ഏറ്റെടുത്തു, അള്ളാഹ് ഏറ്റെടുത്താൽ ജനങ്ങൾ ഏറ്റെടുത്തു. ജനങ്ങളതിലേക്ക് പിന്നെ ഒഴുകി വന്നു. ലോകത്തിൻ്റെ 4 ഭാഗത്തും ജനങ്ങളതിലേക്ക് വന്നു, സന്തോഷത്തോടു കൂടി വന്നു, സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. അപ്പം അങ്ങനത്തെ ഒരു മേഖല ഇപ്പോൾ ഇന്ന് അള്ളാഹു നമുക്ക് അങ്ങനെ ആ രീതിയിലാക്കി തന്നിട്ടുണ്ട്. ബഹുമാനികളെ, നമുക്കിവിടെ സന്തോഷത്തിൻ്റെ മേഖലകൾ വേണം. നമുക്ക് ആഫത്ത് മുസീബത്തുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. ലോകത്തിൻ്റെ പോക്ക് ആ രീതിയിൽ കൂടിയാണ്. ഇവിടെ സ്വർഗത്തേക്കൊക്കെ മുമ്പേ ആയിട്ടുണ്ട്. ഇവിടെ ഇനി നരകത്തിലേക്ക് ആളുണ്ടാക്കാൻ ഇബ്ലീസിനെ അയച്ചു വിട്ടുകയാണ് അല്ലാഹ്. മനസ്സിലായില്ല? അപ്പം നമ്മൾ ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ധർമ്മവും നമ്മളെ സ്നേഹബന്ധവും നമ്മളെ ദീനിൻ്റെ ആ ഒത്തൊരുമയും നമ്മളെ നാട്ടിൻ്റെ ഒത്തൊരുമയും എല്ലാം നമുക്ക് വേണം. അതിൽ കൂടിയാണ് നമ്മളെയും നമ്മളെ നാടിൻ്റെയും നമ്മളെ ദീനിൻ്റെയും വിജയമെന്ന് ഞാൻ പ്രത്യേകമായി കൊണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.
നമുക്കിതാണ് അഭിമാനം. അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക, ദീന് കൊണ്ട് സന്തോഷമാകുക, ഇതാണ് നമുക്ക് അഭിമാനം. അതുകൊണ്ട് എന്നും ദീനിനെ സഹായിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹിൻ്റെ ദീന് സഹായിക്കാൻ നമുക്ക് യാതൊരു ദാരിദ്ര്യവും ഇല്ലാതിരിക്കട്ടെ. റഹ്മുറഹീമായ തമ്പുരാനെ, ഞങ്ങൾക്ക് ദീനിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ പടച്ചവനെ. പടച്ചവനെ, ഞങ്ങൾ നിൻ്റെ ദീനാണ്, നിൻ്റെ ദീനെ നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നത്, വളരെയധികം കഷ്ടപ്പെടുന്നത്. പടച്ചവനെ, അത് നീ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾ എവിടെ ദീനിന് വേണ്ടി ഞങ്ങൾ ഖിദ്മത്തെടുക്കുന്നുവോ, എവിടെ ദീനീ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുവോ, അതിനൊക്കെ നീ സന്തോഷത്തിലാക്കി തരണേ തമ്പുരാനെ. ജനങ്ങൾക്ക് സന്തോഷമായിരിക്കുന്ന സ്ഥാപനങ്ങളും ദീനുമാക്കി തരണം തമ്പുരാനെ. ഞങ്ങൾ നീ പരാജയപ്പെടുത്തരുതേ തമ്പുരാനെ, ഹായിബാക്കല്ലേ തമ്പുരാനെ. നിൻ്റെ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് റഹീമുറഹീമായ തമ്പുരാനെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാൻ. ഞങ്ങളെ ദീനിനെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ വഅസ്ലിഹ് ലനാ ദുനിയാനാ അല്ലതീ ഫീഹാ മആസുനാ വഅസ്ലിഹ് ലനാ ആഖിറതനാ അല്ലതീ ഫീഹാ മആദുനാ. ഇത് അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്തതായിരിക്കുന്ന ദുആയാണ്. ആ ദുആന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ദീനും ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ജീവിതവും ഞങ്ങളെ മരണവും നീ നന്നാക്കണേ തമ്പുരാനേ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അൽ ഫാത്തിഹ. അതുപോലെ നമുക്ക് എല്ലാവർക്കും യാസീനൊക്കെ ഓതിയിട്ട് നമ്മൾ നല്ലൊരു സദസ്സ് ഇങ്ങനെ കിട്ടിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബർക്കത്ത് ഇവിടെയും എന്നും നിലനിൽക്കണം. നമ്മളെ വീടുകൾ നമ്മളെ പോണ വഴിക്കൊക്കെ നമ്മളെ ബർക്കത്ത് കൊണ്ട് പോകണം. അള്ളാഹുവിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ മേലിലൊക്കെ നമ്മളെപ്പോഴും യാസീനും ഫാത്തിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബദരീങ്ങൾക്കും വേറുള്ളവർക്കൊക്കെ നമ്മൾ എങ്ങനെ ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണം. നമുക്ക് നല്ല ദീന് വേണം, നല്ല നാട് വേണം, നല്ല ഭരണം വേണം. അള്ളാഹുവിനൊക്കെ നമ്മളെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീം.